1000 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഭരണം യേശു 1000 വർഷം ജെറുസലേം ദേവാലയം വെച്ച് രാജാവാടി ഭരിക്കും. അപ്പോഴാണ് യഹൂദന്മാർ രക്ഷ എന്നവർ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ 1000 വർഷത്തെ ഭരണം കഴിഞ്ഞാൽ പിന്നെ യേശു വീണ്ടും 4ാമത് വരും. എന്തിനാണ്? നമ്മൾ പറയുന്നത് പോലെ മരിച്ചുപോയി ശരീരങ്ങൾ ഉയർപ്പിക്കാൻ, എന്നിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ. ഇപ്പം എത്ര പ്രാവശ്യം യേശു വരും? ഈ ഒരു വിശ്വാസമാണ് ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിലുള്ളത്. 2 വരവേ യേശു നമ്മെ സംബന്ധിച്ചുള്ളൂ അല്ലേ? യേശു 2 വരവ് വരും. ഒന്ന് ആത്മാവ് രക്ഷിക്കാൻ, 2 ശരീരത്തെ രക്ഷിക്കാൻ. 1-ാം വരവ് 2000 കൊല്ലം മുമ്പ് വന്നു, 2-ാം വരവ് അവസാനത്തെ വരവ് കഴിഞ്ഞു. പക്ഷെ പെന്തക്കോസ്തുകാർ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്. 3, 4, 5 പ്രാവശ്യം യേശു. പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെയാണ് അവരുടെ വിശ്വാസം കിടക്കുന്നത്, പെന്തക്കോസ്തുകാരുടെ വിശ്വാസം കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവർ 1000 വർഷത്തെ ഭരണമൊക്കെ വരുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ സംഭവം എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്? നമ്മുടെ സഭയുടെ വ്യാഖ്യാനം എന്താണ്? നമ്മുടെ സഭയുടെ വ്യാഖ്യാനം ജെറുസലേം ദേവാലയം പണിയുന്ന കാര്യമൊക്കെ ഇവർ പറയുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനങ്ങൾ എടുത്തുകൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ പണി ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ ദേവാലയം പണിയാൻ ശ്രമിക്കുന്നത്. ഇസ്രായേൽക്കാരുടെ ദേവാലയം പണിയാതിരിക്കുന്നതിൽ ആയിക്കോട്ടെ, നമ്മെ സംബന്ധിച്ച വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ദേവാലയം പണിയണം. ദേവാലയം പണിയുമ്പോഴാണ് യേശു വരിക എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടിയുള്ള കാശ് പെന്തക്കോസ്തുകാർ പിരിച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാലേ യേശു 2ാമത് അവരെ സഭ രക്ഷിക്കാൻ വരുള്ളൂ. അപ്പോൾ യഹൂദന്മാർ രക്ഷ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പത്രോസ് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താ? യഹൂദന്മാരോട് പറഞ്ഞ എന്താ? നിങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ മാമോദിസ സ്വീകരിക്കണം. അനുദപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, നിങ്ങൾക്കും രക്ഷ കിട്ടും. അതല്ലാതെ വേറൊരു വഴി യഹൂദന്മാരോട് പത്രോസിലേക്ക് പറഞ്ഞിട്ടില്ല. ദേവാലയം പണിയുന്നോ, ചുവന്ന പശു വരുമെന്നോ, ഇങ്ങനെ അറക്കപ്പെടുമെന്നോ, യാഗം അർപ്പിക്കപ്പെടണമെന്നോ, വീണ്ടും ബലി അർപ്പിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് യേശു കുരിശിൽ മരിച്ചത്? മനസ്സിലായോ അതിന്റെ പോയിന്റ് ഏതാ? ഇനി എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. യേശുവിന്റെ കാലത്ത് ദേവാലയം പണിതില്ലേ? അതിന് മുമ്പുള്ള എസെക്കിയേൽ പ്രവാചകൻ എഴുതി വെച്ചിട്ടുള്ളത്. ദാനിയേൽ പ്രവാചകന് ആ ഒരു വെളിപാട് കിട്ടുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഇതിനെ പറ്റി പറയുന്നുണ്ട്, 770 ആഴ്ചവട്ടം ഇത് സംഭവിക്കും. 770 വർഷം. 770 വർഷം. എന്താ 770 വർഷം? ദാനിയേൽ പ്രവാചകൻ അവിടെ നിന്നിട്ട് ഒരു ദർശനം കാണുന്നത്, രാജാവ് കാണുന്നതാണ്, നെബൂഖദ്നേസർ രാജാവ് കാണുന്നത്. തല സ്വർണം കൊണ്ട്, നെഞ്ച് വെള്ളി കൊണ്ട്, അര ഓടുകൊണ്ട്, കാല് വെള്ളി കൊണ്ട്, ഓടുകൊണ്ട്, അടിഭാഗത്ത് കളിമണ്ണ് കൊണ്ട്. അപ്പോൾ ദാനിയേൽ പറയുന്നത് ഇത് 4 സാമ്രാജ്യങ്ങളാണ്. ഒന്നാമത് സ്വർണം കൊണ്ട്, അത് നീ തന്നെയാണ്, ബാബിലോൺ. 2ാമത് വെള്ളി കൊണ്ട്, പേർഷ്യൻ സാമ്രാജ്യമാണ്. 3ാമത് ഇരുമ്പ് കൊണ്ട്, അതാണ് ഗ്രീക്ക് സാമ്രാജ്യം. പിന്നെ ഓടുകൊണ്ട്, അത് ഗ്രീക്ക് സാമ്രാജ്യം. പിന്നെ ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും അത് റോമ സാമ്രാജ്യം. കളിമണ്ണ് എന്ന് പറയുമ്പോൾ ജനാധിപത്യം ഉദ്ദേശിക്കുന്നത് റോമ. എവിടെ നിന്നൊരു കല്ല് വന്നു, അപ്പോൾ യേശു ക്രിസ്തു കാലിൽ വന്നടിച്ചു, റോമ സാമ്രാജ്യത്തിൽ വന്ന് പതിച്ചു. പിന്നെ അവിടെ നിന്ന് അത് നിബന്ധിച്ചു. പിന്നെ അതൊരു പർവ്വതമായി മാറി. ഇതാണ് പ്രവചനം. അതാണ് യേശു ക്രിസ്തു എന്ന് നിബന്ധിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ പിന്നെ അവസാനം തുടർച്ച എന്താണ് സംഭവിക്കുന്നത്? റോമൻ കാത്തലിക് ചർച്ച് പർവ്വതമായി മാറി. അതാണ് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെപ്പോൾ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ദാനിയേലിന് കിട്ടുന്ന വെളിപാട് ഇതാണ്. 770 ആഴ്ചവട്ടം. 770 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ദാനിയേലിന്റെ കാലം തൊട്ട് 490 കൊല്ലം. അതിനുള്ളിൽ ഈ 4 സാമ്രാജ്യം കടന്നു പോകും. അപ്പോൾ ദേവാലയം പണിയും. ദേവാലയം പണിതിട്ട് ദേവാലയത്തിൻ്റെ നാശം സംഭവിക്കുക. 770-ാമത്തെ ആഴ്ചവട്ടം. 62-ാമത്തെ ആഴ്ചവട്ടത്തിലെ, അതായത് ഒരാഴ്ച മുമ്പായിട്ട് അഭിഷിക്തം ഛേദിക്കപ്പെടും. ദാനിയേൽ പ്രവാചകൻ പറയും അഭിഷിക്തം ഛേദിക്കപ്പെടും. ആരഭിഷിക്തൻ? ക്രിസ്തുവിന്റെ കുരിശുമരണം. അവിടെ നിന്ന് അടുത്ത ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോൾ 70 എത്തുമ്പോഴേക്കും ജെറുസലേം ദേവാലയത്തിന്റെ നാശം. 70 ജെറുസലേം ദേവാലയത്തിന്റെ നാശം സംഭവിച്ചു. അതിനുശേഷം പുതിയൊരു ജെറുസലേം ആരംഭിക്കുന്നു. ഏതാ ജെറുസലേം? പഴയ ജെറുസലേമിന്റെ ദേവാലയത്തിന്റെ കയ്യിൽ നിന്ന് പുതിയ ജെറുസലേം ദേവാലയം ബേത്തലിന് കൈമാറുന്ന സമയമാണ് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിന്റെ അവസാനം.
അതാണ് സഭ. അപ്പസ്തോലനായ ചെറിയ യാക്കോബ് ജെറുസലേം ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത്, ചെറിയ യാക്കോബിന്റെ മുട്ട്, അല്പപുത്രനായ യാക്കോബിന്റെ മുട്ട് ഒട്ടകത്തഴമ്പ് പോലെയുള്ളതായി തീർന്നു പ്രാർത്ഥിച്ചിട്ട്, ഇസ്രായേൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്. ജെറുസലേമിന്റെ മെത്രാന ഇസ്രായേൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെപ്പോ പ്രാർത്ഥന നിർത്തുന്നു അന്ന് ഇതിന് പണി കഴിഞ്ഞു എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിട്ടാ പോണത്രേ. അപ്പൊ യേശു തന്റെ ശരീരത്തെ ജെറുസലേം ദേവാലയത്തോടെ ഉപമിക്കുക. ജെറുസലേം ദേവാലയത്തോട് പറയുകയാണ്, കല്ലുമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. അവന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റി അവൻ പറഞ്ഞത്. അവന്റെ ശരീരമാകുന്ന ആലയം കുരിശി തകർക്കപ്പെട്ടു. അത് ദേവാലയം, ജെറുസലേം ദേവാലയം തുല്യമായതുകൊണ്ട് ജെറുസലേം ദേവാലയം അതേപോലെ തകർക്കപ്പെടുക. യേശുവിന്റെ ശരീരത്തിൽ തുല്യാണ്. അപ്പോൾ ഇത് എപ്പോൾ സംഭവിക്കും? അപ്പസ്തോലൻ മരിക്കുമ്പോൾ ഇതിനുവേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പസ്തോലൻ ചെറിയ യാക്കോബ് AD 62 ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു നിപ്പത്തിച്ചു. അന്ന് സ്റ്റാർട്ട് ചെയ്തതാ ഫ്ലാവിയസ് ജോസഫ് പറയുക. അന്ന് മുതൽ ആരംഭിച്ചു ജെറുസലേമിന്റെ തർക്കങ്ങളും അതിനെ പ്രതി യുദ്ധങ്ങൾ. അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു, യഹൂദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നു, ഏതോമിയർ വന്ന് കീഴടക്കുന്നു. അവസാനം റോമാക്കാർ വന്ന് 4 വിഭാഗം ആളുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം റോമാക്കാർ വന്ന് കീഴടക്കി തരിപണമാക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഇതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ യോഹന്നാനിലേക്ക് എഴുതി കൊടുത്ത പ്രവചനം. കടലിൽ നിന്നൊരു മൃഗം വരുന്നു എന്ന് പറഞ്ഞ റോമാക്കാരാണ് ഈ കടലിൽ നിന്ന് വരുന്ന നാവിക ശക്തി. കരയിൽ നിന്ന് മൃഗം വരുന്നു, അതെ ഏതോമിയർ കടന്നു വരുന്നതാണ്. ഇങ്ങനെ കീഴടക്കുന്നതാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. ഇതിലൊക്കെ ലോകാവസാനത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആൾക്കാർ നിന്ന് ഓരോന്ന് പറഞ്ഞ് മൃഗം വരുന്നു കാത്തിരിക്കുകയാണ്. മുദ്രയൊക്കെ നോക്കുക, 666 മുക്ക് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ സംഭവം. അതിന് എന്ത് സംഭവിക്കുകയാണ്? പിന്നെ അവിടെ മുതൽ കർത്താവിന്റെ 1000 വർഷത്തെ ഭരണം അവിടെ കാണാൻ. എന്താ 1000 വർഷത്തെ ഭരണം? ഈ ദേവാലയത്തിൽ നിന്ന് സ്വർഗീയ ജെറുസലേം ആകുന്ന മറ്റൊരു ദേവാലയം, സ്വർഗീയ ജെറുസലേമിനെ പറ്റി പറയുകയാണ്. അത് കത്തോലിക്ക തിരുസഭയാണ് സ്വർഗീയ ജെറുസലേം. അവിടെ മുതൽ ഈ ബേറ്റം കൈമാറി സഭയിലാണ് പിന്നെ ക്രിസ്തു, വേറെ എവിടെയും ഇല്ല. ദൈവം അവിടെ. അതുവരെ ജെറുസലേം ദേവാലയത്തിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ ദേവാലയം നശിച്ചപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പോയി സ്വർഗീയ ജെറുസലേം ആകുന്ന സഭ, കത്തോലിക്ക സഭയിലാണ് ഈ ദൈവം വന്ന് വസിക്കുന്നത്. 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നേരിട്ട് സഭയിലൂടെ ഇപ്പോൾ ഭരിക്കുന്നതാണ്. അതാണ് ദൈവരാജ്യം. ഇത് 1000 എന്ന് പറയുന്നതിന് ഒരു കണക്കുണ്ട്. അവരുടെ 1000 എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകളാണ്. 2 പൂർണ്ണസംഖ്യ, 3 പൂർണ്ണസംഖ്യ, 5 പൂർണ്ണസംഖ്യ, 7 പൂർണ്ണസംഖ്യ, 10 പൂർണ്ണസംഖ്യ, 12 പൂർണ്ണസംഖ്യ. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 3 പൂജ്യം ഇട്ടുക. 3 പൂജ്യം എന്ന് പറഞ്ഞാൽ 10 പൂർണ്ണസംഖ്യയാണ്. 3 പൂജ്യം വന്നാൽ പൂർണ്ണതര പൂർണ്ണത. 1000 വർഷത്തെ പറഞ്ഞ ഒരു നിശ്ചിത കാലഘട്ടത്തോളം സഭ ലോകാവസാനം വരെ നിശ്ചിത കാലഘട്ടത്തോളം സഭയിലൂടെ ക്രിസ്തു ഭരിക്കുകയാണ്. ഇന്ന് ഭരണം ക്രിസ്തുവിന്റെ കയ്യിലാണ്. ലോകത്ത് ദൈവരാജ്യത്തെ പറ്റി ഞാൻ ക്ലാസ് എടുത്തല്ലേ? ക്രിസ്തു ഭരിക്കുകയാണ് ലോകത്തെ. അവർ അറിഞ്ഞും അറിയാതെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവാണ്. ഇത് 1000 വർഷത്തെ ഭരണം സഭയിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് 1000 വർഷത്തെ ഭരണം. പ്രൈസ് ദി ലോർഡ്. 1000 കൊല്ലം കഴിഞ്ഞ് 2000 കൊല്ലം കഴിയും. പക്ഷെ ഇതിങ്ങനെ ഒരു നിശ്ചിത കാലം വരെ നടത്തുള്ളൂ. അപ്പോൾ ഈ വെളിപാടിന്റെ ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കൊല്ലം പീഡനം ഉണ്ടാകും പറഞ്ഞല്ലോ. സമയവും സമയത്തിന്റെ പകുതിയും അത് 3.5 കൊല്ലം. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലം, സമയങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കൊല്ലം, സമയത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 കൊല്ലം. അപ്പോൾ 3.5 കൊല്ലം. നീറോ ചക്രവർത്തി സഭയെ പീഡിപ്പിച്ചത് 3.5 കൊല്ലം. ആ അന്ത്യോക്കോസ് എപ്പിഫാനോസ് ഗ്രീക്കുകാരായിരിക്കുമ്പോൾ യഹൂദരെ പീഡിപ്പിച്ചത് 3.5 കൊല്ലം. അപ്പോൾ ഈ പീഡനം വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാനിലേക്ക് പറയുകയാണ്, ഇത് അധികം കാലം 3.5 കൊല്ലമേ ഉള്ളൂ ഈ പീഡനം, സമയവും സമയത്തിൻ്റെ പകുതി സമയങ്ങളും. ഇതാണ് ഈ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം, വെളിപാടിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിക്കുന്നവരുണ്ട്. മത്തായി 24-ാം അധ്യായത്തിൽ ആ ചോദ്യം ഇപ്രകാരമാണ്: ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തരിക. യേശു അപ്പം എന്ത് ചെയ്യുന്നു? ഡബിൾ പ്രൊഫസിയാണ് പറയുന്നത്. ഡബിൾ പ്രൊഫസി എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തു ഇപ്പോൾ പറയുന്നത് ജെറുസലേമിൻ്റെ നാശത്തിനും നടക്കും, യുഗാന്ത്യത്തിനും നടക്കും. രണ്ടും ഒരേപോലെ നടക്കും. ജെറുസലേം നാശം നടക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും അഴിഞ്ഞു പോകും, സൂര്യൻ പ്രകാശം തരികയില്ല,
എന്താ കാരണം? ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ ഒരു തിരശ്ശീലയുണ്ട്. രണ്ടാം സ്വർഗം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പ്രതീകം. ആ തിരശ്ശീല നടുവേ കീറിപ്പോയി, സൂര്യനും ചന്ദ്രനും അഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു പറയുന്നുണ്ട് ജെറുസലേം ദേവാലയത്തെ പറ്റി, നാശത്തെ പറ്റി പറയുമ്പോൾ, ഇത് കടന്നു പോകുന്ന ഒരു തലമുറ കടന്നു പോവുകയില്ല. ലോകാവസാനം വരുന്നതിന് മുമ്പ് തലമുറ കടന്നു പോയില്ലെന്നല്ലോ, അല്ല, ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 40 വർഷം എന്നാണ് കണക്ക് വരല്ലേ. 40ൻ്റെ പ്രത്യേകത. യേശു മരിച്ചതിന് ശേഷം 40 വർഷത്തിനുള്ളിൽ ജെറുസലേം ദേവാലയം നശിക്കും. അവൻ ഈ തലമുറ കടന്നു പോവുകയില്ല. ജെറുസലേം ദേവാലയം നശിക്കും. യോഹന്നാൻ ശ്ലീഹ അത് കണ്ടു. ജെറുസലേം ദേവാലയ നാശം യോഹന്നാൻ ശ്ലീഹ കണ്ടു. ഇതാണ് 40 വർഷത്തിൻ്റെത്. അപ്പം ഇത് തന്നെയാണ് ഈ അടുത്ത യുഗാന്ത്യത്തിനും കടന്നു വരാൻ പോകുന്നത്. യുഗാന്ത്യത്തിനും ഇതേപോലെ ഈ ജെറുസലേം ഇതുവരെ സഭയെ സ്വർഗീയ ജെറുസലേമാക്കി, സഭയാണെന്ന് ജെറുസലേമിനെ എന്താക്കി മാറ്റും? കർത്താവിൻ്റെ സഭയാക്കി മാറ്റും. അതായത് നിത്യജീവിതത്തിൻ്റെ സ്വർഗത്തിലേക്കാക്കി മാറ്റും. കണ്ടിന്യൂഷൻ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ അന്ന് ജെറുസലേം ദേവാലയത്തിന് മുകളിലുള്ള സൂര്യൻ ചന്ദ്രൻ അഴിഞ്ഞു പോയെങ്കിൽ യുഗാന്ത്യത്തിൽ ഈ സൂര്യൻ ചന്ദ്രനാണ് അഴിഞ്ഞു പോകുന്നത്. നശ്വരമായതെല്ലാം അനശ്വരമാക്കപ്പെടും, മറ്റു രീതിയിലേക്ക് മാറാം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ഡബിൾ പ്രൊഫസി. യേശു പറഞ്ഞ ആ പ്രവചനം 2 യുഗാന്ത്യത്തിന് സംഭവിച്ചു, AD 70 സംഭവിച്ചു. ഇത് മനസ്സിലാക്കാതെ ഇപ്പം ഇരുന്ന് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും? അതാണ് ഇന്ന് പെന്തക്കോസ്തുകാരുടെ സംഭവിക്കുന്ന വിഷയം. യുഗാന്ത്യത്തെ കുറിച്ച് സംഭവിക്കും. നമ്മൾ പറയുന്നത് ജെറുസലേമിന്റെ നാശത്തിന് അതുവരെ ഉണ്ടായ സംഭവത്തിന്റെ അതിൻ്റെ ഒരു ലോകാവസാനത്തിലും അതുപോലെ സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത്. ലോകം അവസാനിക്കും, സഭ ഒന്നടങ്കം സ്വർഗീയ ജെറുസലേമാക്കി മാറ്റപ്പെടും. അങ്ങനെ പറയാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റ് കിംവദന്തികളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഈ ഒരു മാസം 10 രാജ്യങ്ങൾ നശിക്കാൻ പോവുകയാണ്, ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് അതൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായത്. 10 നഗരങ്ങൾ നശിക്കാൻ പോകാനൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള കിംവദന്തികൾ പലതും ഉണ്ടാവുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം. നമ്മൾ ഇതിനെ പറ്റി മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നത്. ലോകാവസാനത്തെ കുറിച്ച് നമ്മൾ സഭ പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ് CCC പഠിപ്പിക്കുന്നത്. ഒന്ന്, യഹൂദർ മുഴുവനുമായും യേശു ക്രിസ്തുവിലേക്ക് വരും, സഭയിലേക്ക് വരും. അത് റോമാക്കാരുടെ 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു യഹൂദരുടെ ഇടയിലൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്താ പറയാം, ഒരു 40% യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദരുണ്ട്, യഹൂദന്മാർക്കിടയിൽ ഇസ്രായേലിൽ. അത് ഒന്നാമത്തെ അടയാളം. രണ്ടാമത് അടയാളം പറയുന്നത് ഇതാണ്, സഭ വലിയ പീഡനത്തിലൂടെ പോകും. ആന്റി ക്രൈസ്റ്റ് കടന്നു വരും, എതിർ ക്രിസ്തു കടന്നു വരും. ആ കടന്നു വരുന്ന എതിർ ക്രിസ്തു ആരാണ്? ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു തത്വചിന്തയായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രസ്ഥാനമായിരിക്കാം, ചിലപ്പോൾ അതൊരു മതമായിരിക്കാം. അത് സസ്പെൻസാണ്. പക്ഷെ വലിയൊരു പീഡനം സഭ നേരിടേണ്ടി വരും. അവസാനം വരെ സഹിച്ചു നിൽക്കാൻ രക്ഷപ്രാപിക്കും. അതിന് പെന്തക്കോസ്തുകാർ പറയുന്നത് പോസ്റ്റ് ട്രിപ്പ് എന്നാണ്. പോസ്റ്റ് ട്രിപ്പ്. അവരിതിങ്ങനെയല്ല, 1000 വർഷത്തെ ഭരണത്തിന് ശേഷം പീഡനം ഉണ്ടായിരിക്കും സഭയ്ക്ക് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് 1000 വർഷത്തെ ഭരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സഭയിലൂടെ, അതിനുശേഷം ഒരു പോസ്റ്റ് ട്രിപ്പ്, ഒരു വലിയൊരു പീഡനം സംഭവിക്കും. അതിനുശേഷം യേശു ക്രിസ്തു കടന്നു വരും, 2ാം വരവ് വരും. അത് ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെയാവാൻ പോവല്ലേ. ആ ശുദ്ധീകരണത്തിന്റെ പീഡനം ആ പോസ്റ്റ് ട്രിപ്പിൽ അനുഭവിക്കേണ്ടി വരും. പീഡന കാലം ഉണ്ടാകും, സഭയ്ക്ക് വലിയ പീഡന കാലം ഉണ്ടാകും, സ്വർഗത്തിൽ പോകുന്നവർക്കൊക്കെ പീഡനം ഉണ്ടാകും. എന്നല്ല യേശു കടന്നു വരും, നേരെ അവരെ സ്വർഗത്തേക്ക് എടുക്കുകയും ചെയ്യും. അതാണ് എന്തായാലും പീഡനം ഉണ്ടാവുന്നേ. എന്തായാലും നമ്മൾ അനുഭവിക്കണ്ടേ പീഡനം? ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കണ്ടേ? അതവർ ഭൂമിയിൽ അനുഭവിക്കും വലിയ പീഡനമായിട്ട്, അവസാനത്തെ പീഡനം. ഈ 2 അടയാളാണ് സഭ പഠിപ്പിക്കുന്നത്. യഹൂദന്മാർ ക്രിസ്തുവിലേക്ക് കടന്നു വരും, പീഡനം അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.